നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മേയർ എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. മേയർ ആര്യ രാജേന്ദ്രൻ മുതൽ പിന്നെ ഇങ്ങോട്ട് അതാണ് അതിന്റെ ഒരു കീഴ്വഴക്കം. എന്തായാലും പുതിയ മേയറായിട്ടുള്ള വി രാജേഷിന്റെയും മേയർ ആര്യയുടെയും ഒക്കെ തന്നെ പ്രവർത്തനങ്ങൾ താരതമ്യം ചെയ്യാൻ മണിക്കൂറുകൾ മാത്രമേ ഇപ്പോൾ ആയിട്ടുള്ളൂ. പക്ഷെ ഇതിൽ പോലും അങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ താരതമ്യത തുടങ്ങിക്കഴിഞ്ഞു. അതായത് പ്രധാനമായും ഇംഗ്ലീഷ് പറച്ചിലാണ് ഇവിടെ താരതമ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ വി രാജേഷിന്റെ ബൈറ്റ് എടുത്തിരുന്നു. വി രാജേഷിന്റെ വാർത്ത എന്ന് പറയുന്നത് ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാണ്. കാരണം BJP എന്ന് പറയുന്ന നമ്മുടെ രാജ്യം ഭരിക്കുന്ന NDA സർക്കാർ കേരളത്തിൽ ഒരു സീറ്റ് പോലും ഉണ്ടായിരിക്കാതിരുന്ന കേരളത്തിൽ പോലും അവസാനമായി അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചുവപ്പ് അവശേഷിക്കുന്ന കേരളത്തിൽ BJP ഒരു നഗരസഭ പിടിച്ചെടുക്കുക, അതും തലസ്ഥാന നഗരസഭ പിടിച്ചെടുക്കുക, അത് വലിയ വാർത്ത തന്നെയാണ്. ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നപ്പോൾ BJP കൗൺസിലർ എന്ന നിലയിലും ഒപ്പം മേയർ എന്ന നിലയിലും അദ്ദേഹത്തിന്റെ ബൈറ്റ് എടുക്കാനായി NDTV, ANI തുടങ്ങിയുള്ള നാഷണൽ ചാനലുകളൊക്കെ തന്നെ വരികയും അദ്ദേഹത്തിന്റെ ബൈറ്റ് എടുക്കുകയും ചെയ്തിരുന്നു. ഓരോ റിപ്പോർട്ടിന്റെ ഓരോ ചോദ്യത്തിനും കൃത്യമായുള്ള മറുപടി അദ്ദേഹം ഇംഗ്ലീഷിൽ വെച്ച് കാച്ചുന്നത് കൈയടിക്കുകയാണ് ജനങ്ങൾ. ഇപ്പോൾ താരതമ്യം ചെയ്യുന്നത് ഏത് വീഡിയോ ആയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആര്യ രാജേന്ദ്രന്റെ ഇംഗ്ലീഷ് ഇന്റർവ്യൂമായിട്ടാണ് ഇപ്പോൾ താരതമ്യം ചെയ്യുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ ആര്യ രാജേന്ദ്രൻ മേയറായി തെരഞ്ഞെടുത്തതിന് ശേഷം ഈ ഇന്ത്യ ടുഡേക്ക് നൽകിയ ഇംഗ്ലീഷ് അഭിമുഖവും ഒപ്പം VVRന്റെ അഭിമുഖവുമാണ് ഇപ്പോൾ താരതമ്യം ചെയ്യുന്നത്. പഠിക്കാൻ വിടുന്ന സമയത്ത് പഠിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ എന്ന് പറയുന്നു. എന്തായാലും ഇംഗ്ലീഷിൽ തകർത്തുള്ള ഈ ബൈറ്റ് കൊടുക്കലൊക്കെ തന്നെ ഇപ്പോൾ കൈയടിക്കുകയാണ് ജനങ്ങൾ. എന്തായാലും കലക്കി രാജേഷ് ഏട്ടാ എന്നാണ് പലരും പറയുന്നത്. അദ്ദേഹത്തിന്റെയും ആര്യ രാജേന്ദ്രന്റെയും പ്രസംഗം അല്ലെങ്കിൽ ആ ഒരു ബൈറ്റ് നമുക്ക് ഇംഗ്ലീഷ് ബൈറ്റ് നമുക്കൊന്ന് കേൾക്കാം. Problems of the cities and the people, and I think that this is the first time in India that the Prime Minister is giving assurance to a city that the government of India is going to monitor the development of the city, and within 45 days after the counting of the votes, Narendra Modi ji will be coming to Trivandrum to address the Trivandrum corporate. എന്തായാലും ഈ ബൈറ്റിൽ പറയുന്ന പോലെ തന്നെ വി രാജേഷിന് തിരുവനന്തപുരം ഒരു മികച്ച നഗരസഭയായി മാറ്റാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കുന്നു. ഒപ്പം ഇതിനു മുൻപും ഉള്ള മേയർ ആര്യ രാജേന്ദ്രൻ പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു, പക്ഷെ അതൊന്നും തന്നെ നടന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം വി രാജേഷിന് മുന്നിൽ ആദ്യം കിട്ടിയ പരാതി മുൻ മേയറുടെ അഴിമതി കഥകൾക്ക് എതിരെ പോലീസ് പരിശോധന വേണം, പോലീസ് അന്വേഷണം വേണമെന്ന് ഉത്തരവിടണം എന്നാണ് മേയർ തീരുമാനമെടുക്കണമെന്നായിരുന്നു ആദ്യ പരാതി. അതിൽ നടപടി സ്വീകരിക്കും, കൃത്യമായി വായിച്ച് പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും നടപടി സ്വീകരിക്കുക എന്ന വി രാജേഷ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്.